നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് മീഡിയൻ ഫ്രം ഡേറ്റ സ്ട്രീം. ഒരു ഓൾഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ദ മീഡിയൻ ഇസ് ദ മിഡിൽ വാല്യൂ ഓഫ് ആൻ ഓർഡേർഡ് ഇൻറ്റിജർ ലിസ്റ്റ്. ഇഫ് ദ സൈസ് ഓഫ് ദ ലിസ്റ്റ് ഇസ് ഈവൻ, ദർ ഇസ് നോ മിഡിൽ വാല്യൂ and the median is the mean of the two middle values. For example, array 2, 3, 4, the median is 3. And for array 2, 3, the median is 2 plus 3 by 2. That is 2.5. Okay. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡേറ്റ സ്ട്രീം തന്നിട്ടുണ്ട്, അതായത് ഒരു അറേ ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ അറേയിലുള്ള മീഡിയൻ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ മീഡിയൻ എന്താണെന്ന് വെച്ചാൽ ഈ അറേയിലെ ഒരു സോർട്ടഡ് ഓർഡറിലാണ് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ, ഓഡ് നമ്പർ ഓഫ് നമ്പേഴ്സ് ആണ് ഉള്ളതെങ്കിൽ ഏറ്റവും മിഡിൽ എലമെന്റ് ആയിരിക്കും മീഡിയൻ. ഈവൻ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ മിഡിലുള്ള രണ്ട് എലമെന്റിന്റെ ആവറേജ് ആയിരിക്കും മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അതായത് ഇനിഷ്യലി ഉള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത് മീഡിയൻ ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. ആ ക്ലാസ്സിന് രണ്ട് ഫങ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്, ഫൈൻ മീഡിയൻ എന്ന് പറഞ്ഞ വേറൊരു ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ആഡ് നമ്പർ വെച്ചിട്ട് നമ്മൾ ഈ സ്ട്രീമിലോട്ട് നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യണം, ആൻഡ് ഫൈൻ മീഡിയൻ വെച്ചിട്ട് നമ്മൾ ആ മീഡിയൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് കേസ് നോക്കും. നമുക്കിങ്ങനെ മീഡിയൻ ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ ഒരു കോൾ വരുമ്പോൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇവിടെ അറേ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആഡ് നമ്പർ വിത്ത് 1 വരുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് റിട്ടേൺ ചെയ്യല്ല, നമ്പറിനെ ഇതിലോട്ട് ആഡ് ചെയ്താൽ മതി അറേയിലോട്ട്. 2 ആഡ് നമ്പറും സെയിം തന്നെയാണ്. ആൻഡ് ഫൈൻ മീഡിയൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ രണ്ട് വാല്യൂവിന്റെ മീഡിയൻ കൊടുക്കണം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെ ആവറേജ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. മിഡിലുള്ള രണ്ട് നമ്പേഴ്സിന്റെ ആവറേജ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ആൻഡ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ഒരു നമ്പർ ആഡ് ചെയ്ത് 3 വന്നു. അപ്പൊ ഇപ്പൊ ടോട്ടലി 3 നമ്പർ വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഫൈൻ മീഡിയൻ പറയുമ്പോൾ ഓഡ് നമ്പേഴ്സ് ആകുമ്പോൾ മിഡിലുള്ള വാല്യൂവിന്റെ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. അതായിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഇത് ഏറ്റവും ബ്രൂട്ട് ഫോഴ്സ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ട പോലെ തന്നെയാണ്. നമ്മൾ ഒരു അറേയിലോട്ട് ഇതിനെല്ലാം പുഷ് ചെയ്ത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫൈൻ മീഡിയന്റെ അകത്ത് നമ്മൾ അതിനെ സോർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഓഡ് നമ്പർ ഓഫ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിന്റെ മിഡിൽ വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഈവൻ ആണെങ്കിൽ മിഡിലുള്ള രണ്ട് നമ്പേഴ്സിന്റെ ആവറേജ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഏറ്റവും ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിൽ പറയുമ്പോൾ നമ്മൾ ഈ സോർട്ട് ചെയ്യുന്നതുകൊണ്ട് n ടൈം കോംപ്ലക്സിറ്റി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ബിഗ് ഓഫ് n ടൈമിൽ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനിഷ്യലി ആ ഒരു ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് പറയാം. പിന്നെ ഇതിന് എന്താണ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീഡിയൻ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡേറ്റ സ്ട്രീം തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ഡേറ്റ സ്ട്രീം തന്നിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ഡേറ്റ സ്ട്രീം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് എപ്പോഴും ഇതിന്റെ മിഡിൽ വാല്യൂ ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇത് സോർട്ടഡും ആയിരിക്കണം, അല്ലെ? നമുക്കിപ്പോ കിട്ടുന്ന നമ്പേഴ്സ് സോർട്ടഡ് ഓർഡറിൽ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ സോർട്ടഡ്, അപ്പൊ മിഡിൽ വാല്യൂ ഇവിടെ വരുമ്പോഴത്തേക്ക്, ഓക്കെ, അപ്പോ മിഡിൽ വാല്യൂ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എല്ലാം ലോവർ നമ്പേഴ്സും, ഓക്കെ, ഇവിടെ എല്ലാം ലോവർ നമ്പേഴ്സും ഇവിടെ എല്ലാം ഹയർ നമ്പേഴ്സും ആയിരിക്കും ഉള്ളത്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇൻക്രീസിങ് ആയിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതായിരിക്കും ഉള്ളത്. സോറി, ഇങ്ങനെയല്ല, ഇത് മിഡിൽ വാല്യൂ ആയിരിക്കും. അപ്പൊ നമ്മൾ ലോവർ നമ്പേഴ്സ് ഇവിടെ ഒരു മീഡിയൻ വാല്യൂ വരുന്നു, ആൻഡ് പിന്നെയും ഹയർ നമ്പേഴ്സ് വരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ മെത്തേഡ് പറഞ്ഞ എന്തായിരുന്നു, നമുക്ക് കിട്ടുന്ന ആ ഒരു അറേയിൽ നിന്ന് ലൈക്ക് നമ്മൾ എല്ലാ എലമെന്റ്സും നമ്മൾ ഒരു അറേയിലോട്ട് പുഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറേനെ സോർട്ട് ചെയ്യുന്നു. സോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും നടുക്കുള്ള വാല്യൂ നമ്മൾ അറേയുടെ ആ ഒരു സൈസ് നോക്കിയിട്ട് ഈവൻ ആണോ ഓഡ് ആണോ നോക്കിയിട്ട് നമ്മൾ മിഡിൽ വാല്യൂ കറക്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അതാണ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്. ഓക്കെ, ഇനി നമ്മൾ ഒപ്റ്റിമൽ അപ്രോച്ചിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഹീപ്സ് വെച്ചിട്ടാണ് ഇനി ഒപ്റ്റിമൽ അപ്രോച്ചിലോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഹീപ്സിന് വേണ്ടി നമ്മൾ ഒരു മിൻ ഹീപ്പും വെക്കും, ഒരു മാക്സ് ഹീപ്പും വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണാം. നമുക്ക് കോഡ് ചെയ്യാം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഈസിയർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് 2 ഹീപ്പ് വെക്കണം.
അതായത് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ലെഫ്റ്റിലുള്ള മീഡിയൻ വാല്യൂവിന്റെ ലെഫ്റ്റിലോട്ടുള്ള വാല്യൂസ് എല്ലാം ഒരു ഹീപ്പിലും വെക്കുക, ആൻഡ് റൈറ്റിലോട്ടുള്ള വാല്യൂസ് എല്ലാം വേറൊരു ഹീപ്പിൽ വെക്കുക. എന്നിട്ട് ആ രണ്ട് ഹീപ്പും വെച്ചിട്ട് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്നു. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഇനിഷ്യൽ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഹീപ്പ് വെക്കുന്നു, അതേപോലെ തന്നെ ലാർജ് എന്ന് പറഞ്ഞ ഒരു ഹീപ്പ് വെക്കുന്നു. ഇതിപ്പോ ക്ലാസിന്റെ അകത്താണ്, ഇതിപ്പോ നമ്മൾ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ക്ലാസ്സിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വേണം ഇതിനെ ഡിക്ലെയർ ചെയ്യാൻ. ദിസ് ഡോട്ട് സ്മോൾ ആൻഡ് ദിസ് ഡോട്ട് ലാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ആൻഡ് സ്മോൾ എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ വാല്യൂസ് ആണ് വെക്കുന്നത്. അപ്പൊ യൂഷ്വലി നമ്മൾ സ്മോളർ വാല്യൂസ് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ഒരു ഹീപ്പ് വെച്ച് ചെയ്യുമ്പോൾ മിൻ പ്രയോറിറ്റി ക്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ മിൻ ഹീപ്പ് ആയിരിക്കും വെക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു മീഡിയൻ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് വരുന്നത്? ഓക്കെ, മീഡിയൻ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ഇവിടെയാണ് നമ്മുടെ മീഡിയൻ വാല്യൂ വരുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സ്മോളർ എലമെന്റ്സ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു അറേ ആണെന്ന് വെച്ചാൽ 0, 1, 2, 3, മീഡിയൻ 4, പിന്നെ 5, 6, 7, 8 എന്ന് വന്നെങ്കിൽ നമുക്ക് സ്മോളർ വാല്യൂസ് എല്ലാം കിട്ടി. സ്മോളർ വാല്യൂസിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ വേണം, ലാർജർ വാല്യൂസിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടിയിട്ട് വേണം നമുക്ക് ആ ഒരു മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോ അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മള് ഓക്കെ, അപ്പൊ നമുക്ക് സ്മോളും ഉണ്ട് ലാർജും ഉണ്ട്. ഓക്കെ, ദിസ് ഡോട്ട് ലാർജ്. എന്നിട്ട് ഈ സ്മോള് നമ്മളൊരു മാക്സ് പ്രയോറിറ്റിക്ക്, അതായത് മാക്സ് ഹീപ്പ് വെക്കും. മാക്സ് ഹീപ്പ് വെക്കുന്നത് എന്തിനാണ്? ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. സ്മോളർ ഹീപ്പിൽ ഉള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ നമുക്ക് വേണം. അതേപോലെ മാക്സ് പ്രയോറിറ്റി ക്യൂ. ഓക്കെ, അപ്പോൾ അതൊരു മാക്സ് ഹീപ്പ് ക്രിയേറ്റ് ആവും. അതേപോലെ ലാർജിന് മിൻ പ്രയോറിറ്റി ക്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സ്മോളും ലാർജും രണ്ട് ഹീപ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇനിഷ്യലൈസ് മീഡിയൻ ഫൈൻഡർ എന്ന് പറയുന്ന ഇത് ഫംഗ്ഷൻ അല്ലെ ക്ലാസ് ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഹീപ്സ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ആഡ് നമ്പർ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യണം, നമുക്ക് ഏതെങ്കിലും ഒരു ഹീപ്പിൽ ഇനിഷ്യലി വെക്കാം. ഇപ്പൊ നമുക്കിപ്പോ ലാർജ് നോക്കാം. അപ്പൊ ലാർജ് ഈ ഹീപ്പില് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ ഒരു ലൈബ്രറിയാണ് നമ്മൾ ലീഡ് കോഡിൽ യൂസ് ചെയ്യുന്ന ഡേറ്റാ സ്ട്രക്ചർ JS എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈബ്രറിയിൽ ഇവിടെ നോക്കുമ്പോൾ ഇസ് എം ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ വിളിക്കുന്നത് ഹീപ്പ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പൊ ഇനിഷ്യലി ഇസ് എം ടി ട്രൂ ആയിരിക്കും. അപ്പൊ ഇസ് എം ടി ആണോ എന്ന് നോക്കും. അല്ലെങ്കിൽ ഇഫ് നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ ദിസ് ഡോട്ട് ലാർജ് ഡോട്ട് ഫ്രണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ദിസ് ഡോട്ട് ലാർജ്, ഓക്കെ, ഇവിടെ നമ്മൾ ദിസ് ഡോട്ട് ലാർജ് എന്ന് കൊടുക്കണം. ഓക്കെ, ദിസ് ഡോട്ട് ലാർജ് എന്ന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇഫ് ദിസ് ഡോട്ട് ലാർജ്, ഓക്കെ, ദിസ് ഡോട്ട് ലാർജിലോട്ട് നമ്മൾ അതിനെ പുഷ് ചെയ്യുന്നു. ദിസ് ഡോട്ട് ലാർജ് ഡോട്ട് എൻ ക്യൂ നമ്പർ. അപ്പൊ നമ്പർ ലാർജിലെ ഫ്രണ്ടിനെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ, കാരണം എന്താണ്, ലാർജ് എന്ന് പറയുന്നത് സ്മോളർ വാല്യൂസ് അതിൻ്റെ അകത്തുള്ള മിൻ പ്രയോറിറ്റി ക്യൂ ആണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് സ്മോളർ വാല്യൂ ആയിരിക്കും അല്ലെ. പിന്നെ വരുന്ന നമ്പർ ഇതിനെക്കാട്ടിലും സ്മോളർ ആണെങ്കിൽ നമ്മൾ ലാർജിലോട്ട് എൻക്യൂ ചെയ്യുന്നു, അല്ല എങ്കിൽ നമ്മൾ സ്മോളിലോട്ട് എൻക്യൂ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഈ ഡ്രൈ റൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എൻക്യൂ ഓഫ് നമ്പർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എൻക്യൂ ചെയ്തു. അപ്പോ ഇനി ചെക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് ഹീപ്പും ബാലൻസ്ഡ് ആണോ എന്നുള്ളതാണ്. അതായത് ചിലപ്പോ ഒരു നമ്പർ ആഡ് ആയി ലാർജിലോട്ട് തന്നെ വന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാലൻസ് ചെയ്യാതെ നമ്മൾ വീണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ വാല്യൂസ് എപ്പോഴും ആ ലാർജിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഹീപ്പിൽ മാത്രം ആഡ് ചെയ്ത് പോകും. അത് പറ്റില്ല. നമ്മൾ എല്ലാ സ്റ്റെപ്പിലും മേക്ക് ഷുവർ ചെയ്യണം ലാർജ് എന്ന് പറയുന്നതും സ്മോൾ എന്ന് പറയുന്നതിന്റെയും ഡിഫറൻസ്, അതിന്റെ സൈസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഷുഡ് ബി മാക്സിമം ഗ്രേറ്റർ ദാൻ 1. അതായത് നമുക്ക് ഹീപ്പ് എപ്പോഴും അതിന്റെ സൈസ് എന്നും n+1 എന്നുള്ള രീതിയിൽ നിൽക്കണം ഹീപ്പിന്റെ, രണ്ട് ഹീപ്പ്. ഓക്കെ, എന്നാലേ നമുക്ക് ആ മീഡിയൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് മാത്രം നമ്മൾ നമ്പേഴ്സ് ആഡ് ചെയ്ത് പോയാൽ നമ്മൾ ഈ രണ്ട് ഹീപ്പ് യൂസ് ചെയ്യുന്നതിന്റെ കാര്യമില്ലാതായിപ്പോ. ഓക്കെ, അത് നമുക്ക് ഡ്രൈ റൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇനി ഇപ്പോൾ ഹീപ്പിനെ ബാലൻസ് ചെയ്യണം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പൊ ബാലൻസ് ചെയ്യാൻ നമുക്കൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ചെക്ക് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇഫ് ദിസ് ഡോട്ട് ലാർജ്
ഡോട്ട് സൈസ് വീണ്ടും ആ ഒരു ഡേറ്റ സ്ട്രക്ചർ ജേസിന്റെ അകത്തുള്ള ഡോക്യുമെന്റേഷനുള്ള ഫംഗ്ഷൻ ആണ് ഈ ലൈബ്രറിയുടെ. അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ദിസ് ഡോട്ട് സ്മോൾ ഡോട്ട് സൈസ് +1. ഓക്കെ, +1 ആയെങ്കിൽ, ഇതിനെക്കാട്ടിലും ഗ്രേറ്റർ ആയെങ്കിൽ, ലാർജിന്റെ സൈസ് ഗ്രേറ്റർ ആയെങ്കിൽ നമ്മൾ ലാർജിൽ നിന്ന് എടുത്തിട്ട് സ്മോളിലോട്ട് വെക്കും. അപ്പൊ സ്മോളിലോട്ട് നമ്മൾ ലാർജിൽ നിന്ന് ആദ്യം എടുക്കുന്നു, ലാർജിൽ നിന്ന് നമ്മൾ DQ ചെയ്യുന്നു. ഓക്കെ, DQ, ആൻഡ് ഇതിനെ നമ്മൾ സ്മോളിലോട്ട് NQ ചെയ്യുന്നു. ഓക്കെ, ലാർജിൽ നിന്ന് DQ ചെയ്യുന്നു. വലുതായതിനെ നമ്മൾ പോപ്പ് ചെയ്തെടുത്തിട്ട് ചെറുതിലോട്ട് നമ്മൾ വെക്കുന്നു. ആൻഡ് നമ്മൾ വീണ്ടും ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് നമ്മൾ ഇവിടെയും ചെക്ക് ചെയ്യണം. അപ്പൊ ഇഫ് ദിസ് ഡോട്ട് സ്മോൾ ഡോട്ട് സൈസ്, ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് ഡോട്ട് ലാർജ് ഡോട്ട് സൈസ്, ഓക്കെ, +1, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ദിസ് ഡോട്ട് ലാർജ് ഡോട്ട് സൈസ്, സോറി, ഈ നേരത്തെ എഴുതിയിരുന്നതിന്റെ അതേ ഓപ്പോസിറ്റ് ലോജിക്ക് നമ്മൾ എഴുതിയാൽ മതി. ദിസ് ഡോട്ട് ലാർജ് ഡോട്ട് NQ ഇസ് ഈക്വൽ ടു ദിസ് ഡോട്ട് സ്മോൾ ഡോട്ട് DQ. സ്മോളിന്റെ സൈസ് വലുതായതുകൊണ്ട് നമ്മൾ സ്മോളിൽ നിന്ന് DQ ചെയ്ത് ലാർജിലോട്ട് വെക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു പ്രയോറിറ്റി ക്യൂ ബാലൻസ് ചെയ്ത് നമ്മൾ ഓരോന്നോരോന്നിട്ട് ആഡ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പോ ഇതായി നമ്മുടെ ആഡ് നമ്പർ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് മീഡിയൻ എപ്പോഴും നമുക്ക് നടുക്ക് തന്നെ കിട്ടാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ രണ്ട് ഹീപ്സിന്റെയും ഫ്രണ്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് മീഡിയൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി. ഓക്കെ, അപ്പൊ ഇനി അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞ പോലെ ഈ രണ്ട് ഹീപ്പിന്റെയും സൈസ് വെച്ചിട്ട് ഇനി നമ്മൾ ചെക്ക് ചെയ്യണം ഇത് ഓഡ് ആണോ ഈവൻ നമ്പർ ആണോ നോക്കണം. ഓക്കെ, അപ്പോ ഇതിന്റെ ടോട്ടൽ ഈ മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി ചെയ്യാനുള്ളത് ഇതിന്റെ ഇതിന്റെ സൈസ്, സ്മോളിന്റെ സൈസ് നമ്മൾ എടുക്കുന്നു. അത് ഇനി ഓഡ് ആണെങ്കിൽ നമ്മൾ മീഡിയൻ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മീഡിയൻ നമുക്ക് നമ്മൾ ചെക്ക് ചെയ്യണം ഇഫ് this dot small dot size, if it is greater than this dot large dot size. അതായത് സ്മോളിന്റെ സൈസ് ഗ്രേറ്റർ ദാൻ ലാർജ് ആവുകയാണ്. അതായത് അപ്പൊ ടോട്ടൽ ഓഡ് നമ്പേഴ്സ് ആവത്തേ ഉള്ളൂ. നമ്മൾ എന്തായാലും +1 ഉള്ള ചെക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്മോളിന്റെ സൈസ് 1, 2, 3 എന്നും ലാർജിന്റെ സൈസ് 4, 5 എന്നും ആണ് വരുന്നതെങ്കിൽ നമുക്ക് സ്മോളിന്റെ ഫ്രണ്ടിനെ നമുക്ക് റിട്ടേൺ ചെയ്യാം, അല്ലെ? റിട്ടേൺ, കാരണം എന്താ, നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സ്മോൾ എന്ന് പറയുന്നത് എന്താ, ഒരു മാക്സ് പ്രയോറിറ്റി ക്യൂ ആണ്. അപ്പൊ 3 ആണ് നമുക്ക് വേണ്ടത്. സ്മോളിൽ ഇപ്പൊ 1, 2, 3 ഉണ്ട്, ലാർജിൽ 4, 5 ഉണ്ടെങ്കിൽ 3 ആണ് മീഡിയം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ സ്മോൾ ഡോട്ട് റിട്ടേൺ ദിസ് ഡോട്ട് സ്മോൾ ഡോട്ട്, ഓക്കെ, റിട്ടേൺ ദിസ് ഡോട്ട് സ്മോൾ ഡോട്ട് ഫ്രണ്ട്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് ഡ്രൈ റൺ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. Similarly, if this dot large dot size is greater than, okay, this dot small dot size, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ റിട്ടേൺ ദിസ് ഡോട്ട് ലാർജ് ഡോട്ട് ഫ്രണ്ട്. ഓക്കെ, അല്ലെങ്കിൽ രണ്ട് സൈസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിന്റെ മീഡിയൻ, രണ്ടിന്റെ ഫ്രണ്ടിന്റെ ഹാഫ് ആണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, രണ്ടും ഈക്വൽ ആകുമ്പോഴത്തേക്കെന്നുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ സൈസ് ഇസ് ഈവൻ ദർ ഇസ് നോ മിഡിൽ വാല്യൂ. മിഡിൽ വാല്യൂ ഇല്ലാത്ത കേസിലായിരിക്കും രണ്ടും ഈ ഒരു എൽസിലോട്ട് വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ ദിസ് ഡോട്ട് സ്മോൾ ഡോട്ട് ഫ്രണ്ട് പ്ലസ് ദിസ് ഡോട്ട് ലാർജ് ഡോട്ട് ഫ്രണ്ട്, ഓക്കെ, ആൻഡ് ഇത് by 2 എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ദിസ് ഡോട്ട് സ്മോൾ ഡോട്ട് ഫ്രണ്ടും ദിസ് ഡോട്ട് ലാർജ് ഡോട്ട് ഫ്രണ്ടും by 2 എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ മീഡിയൻ റിട്ടേൺ ചെയ്യുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ഇപ്പൊ നോട്ട് എ നമ്പർ എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ റിട്ടേൺ ചെയ്യണം. നള്ളാണ് വരുന്നത്, അത് കറക്റ്റ് ആണ്. നമുക്ക് ഈ മീഡിയൻ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് കറക്റ്റ് ആവുന്നില്ല. ഓക്കെ,
അപ്പോൾ ഇഫ് സ്മോൾ ഡോട്ട് സൈസ് ഓക്കെ ആൻഡ് നോട്ട് എ നമ്പർ എന്ന് വരുന്നതിന് പകരം 1.5 ഓക്കെ, നമ്മൾ ഇവിടെ ഈ ഒരു കേസിലാണ് 1.5 വരുന്നത്, നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് കറക്റ്റ് ആവുന്നില്ല. എൽസ് റിട്ടേൺ ദിസ് ഡോട്ട് സ്മോൾ ഡോട്ട് ഫ്രണ്ട്. ഓക്കെ, നമ്മൾ ഈ ഫംഗ്ഷൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് വിളിച്ചില്ല, അതുകൊണ്ടാണത് നോട്ട് എ നമ്പർ ആയിട്ട് വന്നത്. ഫംഗ്ഷൻ അതെ സിൻടാക്ടിക്കൽ ഇഷ്യൂ വന്നതാണ്. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് ഡ്രൈ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ 2 പ്രയോറിറ്റി ക്യൂസ് ഉണ്ട്. ഓക്കെ, 2 പ്രയോറിറ്റി ക്യൂസിൻ്റെ അകത്ത് നമ്മൾ ഈ സ്മോളും ലാർജ് എന്നും പറഞ്ഞ് 2 പ്രയോറിറ്റി ക്യൂസ് ഉണ്ട് നമുക്ക്. ഓക്കെ, ആൻഡ് ഈ പ്രയോറിറ്റി ക്യൂസിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നു. ആൻഡ് നമ്മുടെ ടെസ്റ്റ് കേസ് ഇതാണെന്ന് വിചാരിക്കാം, 1 2 3 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇനിഷ്യലി മീഡിയൻ ഫൈൻഡർ വന്നപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ഒരു സ്മോൾ പ്രയോറിറ്റി ക്യൂവും ലാർജ് പ്രയോറിറ്റി ക്യൂവും നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് 1 വന്നു. 1 വന്നപ്പോഴത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്തു ലാർജ് എം ടി ആണോ, ലാർജ് എം ടി ആണ്. നമ്മൾ എന്ത് ചെയ്തു, ലാർജിലോട്ട് നമ്മൾ ഇതിനെ ആഡ് ചെയ്തു. ലാർജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മിൻ പ്രയോറിറ്റി ക്യൂ ആണ്. അപ്പൊ ലാർജിന്റെ ഫ്രണ്ടിലോട്ട് നമ്മൾ ഇതിനെ ആഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്തു ഇതില്ല. പിന്നെ ഇവിടെ നമ്മൾ നോക്കി ഇഫ് ലാർജ് ഡോട്ട് സൈസ് ഇസ് ഗ്രേറ്റർ ദാൻ സ്മോൾ ഡോട്ട് സൈസ് +1 അല്ല, സ്മോൾ ഡോട്ട് സൈസ് 0 ആണ്, ലാർജിന്റെ സൈസ് 1 ആണ്. അപ്പൊ +1 അല്ല, അതുകൊണ്ട് ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ നമ്മൾ നോക്കി വീണ്ടും ഒരു ആഡ് നമ്പർ വന്നു. അപ്പൊ ആഡ് നമ്പർ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി, നമ്മൾ ചെക്ക് ചെയ്തു ലാർജ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്തു. ലാർജ് എം ടി അല്ല, പക്ഷെ നമ്പർ ഗ്രേറ്റർ ദാൻ ലാർജ് ആണോ. അപ്പൊ നമ്പർ ഇപ്പൊ വന്നത് 2 ആണ് വന്നത്. 2 ഈസ് ഗ്രേറ്റർ ദാൻ ലാർജ് ഡോട്ട് ഫ്രണ്ട് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ലാർജിലോട്ട് തന്നെ ഇതിനെ എൻക്യൂ ചെയ്തു. നമ്പർ ഗ്രേറ്റർ ദാൻ ലാർജ് ആയതുകൊണ്ട് ലാർജിന്റെ ഇതിലോട്ട് തന്നെ നമ്മൾ എൻക്യൂ ചെയ്തു. അപ്പൊ എന്ത് പറ്റി, 2 ഇവിടെ വന്നു. അതായത് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് എങ്കിൽ ഇതൊരു മിനിമം പ്രയോറിറ്റി ക്യൂ ആയതുകൊണ്ട് എപ്പോഴും ഫ്രണ്ടില് സ്മോളർ വാല്യൂ ആയിരിക്കും. 2 ഇവിടെ തന്നെ വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇനി ബാലൻസ് ചെയ്യണം ഇതിന്. കാരണം എന്താ, ഇപ്പൊ എന്ത് പറ്റി, ലാർജിന്റെ സൈസ് ഇസ് ഗ്രേറ്റർ ദാൻ സ്മോൾ ഡോട്ട് സൈസ് +1 ആയി. ലാർജിന്റെ സൈസ് ഇപ്പൊ 2 ആയി. അപ്പൊ സ്മോൾ ഡോട്ട് സൈസ് +1 ഗ്രേറ്റർ ആയി. ഓക്കെ, അപ്പൊ എന്ത് പറ്റി, നമ്മൾ സ്മോളിന്ന് സ്മോളിലോട്ട് ഇതിന്റെ ഫ്രണ്ടിനെ പുഷ് ചെയ്യണം അല്ലെ. ലാർജിനെ ഡീക്യൂ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇതിന്റെ ഫ്രണ്ടാണ് പുഷ് ആവുന്നത്. അപ്പൊ 1 ഇവിടെ വന്നിട്ട് 1 ഇവിടെ വന്നു. കണ്ടോ, ഇപ്പൊ ഈ ഒരു ബാലൻസ് വന്നപ്പോ എന്ത് പറ്റി, സ്മോളിലോട്ട് എഫക്റ്റീവ്ലി സ്മോളർ വാല്യൂസ്, ലാർജിലോട്ട് ലാർജർ വാല്യൂസ് തന്നെ ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നെക്സ്റ്റ് ഫൈൻ മീഡിയൻ ആണ്. അപ്പൊ ഇപ്പൊ സ്മോളിൽ 1 ഉണ്ട്, ലാർജിൽ 2 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 2 വാല്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എന്താ, സ്മോൾ ഡോട്ട് സൈസും അല്ല ലാർജ് ഡോട്ട് സൈസും അല്ല, നമുക്ക് ഈ ഒരു സ്മോൾ ഡോട്ട് സൈസ് ഗ്രേറ്റർ ദാനും അല്ല ലാർജ് ഡോട്ട് സൈസും ഗ്രേറ്റർ അല്ല, 2 ഈക്വൽ ആണ്. അപ്പൊ ഈ ഒരു ലോജിക്കിലോട്ട് കയറി വന്നു അല്ലെ. ഈ ഒരു ലോജിക്കിലോട്ട് വന്നിട്ട് നമ്മൾ ഇതിന്റെ 2ന്റെ ആവറേജ് എടുത്തു. അപ്പൊ എന്ത് പറ്റി, 1 + 2/2 ആണ്. 3/2 എന്ന് പറയുന്നത് 1.5 നമ്മൾ റിട്ടേൺ ചെയ്തു ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, അതാണ് ഇവിടുത്തെ ഈ ഒരു 1.5 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു ആഡ് നമ്പർ ഒരു 3 വന്നു. 3 വരുമ്പോൾ വീണ്ടും ഈ ഫംഗ്ഷനിൽ വന്നു. ഇപ്രാവശ്യം 3 ആണ് വന്നത്. അപ്പൊ 3 വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ലാർജ് എം ടി അല്ല, പക്ഷെ നമ്പർ ഗ്രേറ്റർ ദാൻ ലാർജ് ഡോട്ട് ഫ്രണ്ട് ആണ്. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ 3 ഇവിടെ എൻ്റർ ആയി. മിൻ പ്രയോറിറ്റി ക്യൂ ആയതുകൊണ്ട് ഇതിൽ എൻക്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ബാക്കിലോട്ട് വന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നോക്കുന്നു, ലാർജ് ഡോട്ട് സൈസ് ഗ്രേറ്റർ ദാൻ സ്മോൾ ഡോട്ട് സൈസ് +1 ആണോ എന്ന് നോക്കുന്നു. ലാർജിന്റെ സൈസ് 2 ആണ്, സ്മോൾ ഡോട്ട് സൈസ് 1 ആണ്. 1 + 1 ആണോ. അപ്പൊ ഇത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ലൈക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ലാർജിന്റെ സൈസ് എത്രയാണ്. ലാർജിന്റെ സൈസ് ഇപ്പോ 2 ആണ് അല്ലെ, സ്മോളിന്റെ സൈസ് 1 ആണ്. അപ്പൊ 1 + 1 ആണ്. അപ്പൊ 2 ഗ്രേറ്റർ ദാൻ 2 ആണോ, 2 ഗ്രേറ്റർ ദാൻ 2 അല്ല. അപ്പൊ നമ്മൾ എന്തായാലും അത് ചെയ്യുന്നില്ല. സിമിലർലി സ്മോളിന്റെ സൈസും ഗ്രേറ്റർ അല്ല. അപ്പൊ നമുക്ക് ഇവിടെ ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പൊ വീണ്ടും സ്മോൾ വാല്യൂസ് ഇവിടെയും ലാർജ് ഇങ്ങനെ തന്നെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചെക്ക് ചെയ്യാനുള്ളത് പിന്നെ വരുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻ മീഡിയൻ ആണ്. ഫൈൻ മീഡിയൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, സ്മോൾ ഡോട്ട് സൈസ് ഗ്രേറ്റർ ദാൻ ലാർജ് ഡോട്ട് സൈസ് ആണോ, അല്ല, ലാർജ് ഡോട്ട് സൈസ് ഗ്രേറ്റർ ദാൻ സ്മോൾ ഡോട്ട് സൈസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലാർജിന്റെ ഫ്രണ്ടിനെ നമ്മൾ റിട്ടേൺ ചെയ്യണം മീഡിയൻ ആയിട്ട്. അപ്പൊ ലാർജിന്റെ ഫ്രണ്ട് എന്താണ്, 2 ആണ്. അപ്പൊ 1 2 3 ആണ് വരുന്നതെങ്കിൽ നമ്മൾ 2 റിട്ടേൺ ചെയ്യണം. ആൻഡ് നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ ഒരു ഫംഗ്ഷന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു വേണ്ട ലൈക്ക് കറക്റ്റ് മീഡിയൻ നമുക്ക് ഈ പ്രയോറിറ്റി ക്യൂസിൽ മാനേജ് ചെയ്ത് കറക്റ്റ് ഇതിന്റെ 2ന്റെയും ഫ്രണ്ട് വാല്യൂസ് ആ ഒരു ഡേറ്റ സ്ട്രീമിന്റെ മീഡിയൻ വാല്യൂസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും.
ഓക്കെ സ്മോൾ ലാർജ് എന്ന് പറഞ്ഞ് വെക്കുന്നു, അതിലോട്ട് നമ്മൾ പുഷ് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു കറക്റ്റ് ഡേറ്റ സ്ട്രീമിന്റെ മീഡിയൻ വാല്യൂ ആയിട്ട് നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഫ്രണ്ട് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ അതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.